എൻ്റെ പേര് ജയൻ. സ്വദേശം എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി എന്ന് പറയുന്ന ഗ്രാമമാണ്. ഇന്ന് ഈ രാവിലെ 6 മണിക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ നിങ്ങളെല്ലാവരും തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ വ്യക്തികളാണ്. കാരണം വ്യക്തമായ ഒരു ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുമാണ് നമ്മൾ. പക്ഷേ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ മേഖലയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ അതില് അറിവ് വേണം. കാരണം ഇത് നിസ്സാര ബിസിനസ് അല്ല, ലക്ഷങ്ങളും കോടികളും അല്ല. ഏതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ യാതൊരു സാധാരണക്കാരനും ഒരു അസാധാരണക്കാരനായിട്ട് മാറാവുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മനോജ് സാർ 1 വർഷം കൊണ്ട് 1 CR അപ്പുറം എത്തിയേക്ക്. അത് എങ്ങനെ? ഇപ്പൊ ഏത് ബിസിനസ്സിലാണെങ്കിലും നമ്മൾ വിജയിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ മേഖലയിൽ വിജയിക്കണം എന്നത് ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നമ്മള് എല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ കൂടെയുള്ള ആളുകൾ എങ്ങനെ വിജയിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരേ ഒരു മേഖല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. വേറൊരു മേഖലയില്ല. ഇപ്പൊ നിങ്ങളൊരു തുണിക്കട തുടങ്ങി, അതിന്റെ ഓപ്പോസിറ്റ് നിങ്ങളുടെ ഒരു ബ്രദർ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ ഒരു തുണിക്കട തുടങ്ങിയാല് നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സമ്മതിക്കോ? ഇല്ലെങ്കിൽ അദ്ദേഹം വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മതിക്കോ? ഇവിടെ അങ്ങനെയല്ല. കൂടെയുള്ള ഓരോ വ്യക്തികളും വിജയിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇന്ന് ഭാഗ്യവാന്മാരാണ്. കാരണം ഇന്ന് ഈ ഇൻഡസ്ട്രിയിലൂടെ ഒരുപാട് വ്യക്തികളെ വിജയിപ്പിച്ചുകൊണ്ട് അദ്ദേഹവും ഒരു കോടീശ്വരനായിട്ട് മാറി. നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് സാർ കുമ്പളങ്ങി. കാരണം കൂടെയുള്ളവരുടെ വിജയത്തിലാണ് നമുക്ക് വിജയമുള്ളതെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ആ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഇന്ന് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി വിനോദ് സാർ നമ്മളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി വിനോദ് സാറിനെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം വിനോദ് സാർ. താങ്ക് യു ജയൻ. യെസ്. ഓക്കെ. സോ വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. ഇന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പറയുന്ന ഇബയോട്ടോറിയം സൗത്ത് ഇന്ത്യൻ ടീമിന്റെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ദൈവതുല്യമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അപ്ലൈൻസ് ഉണ്ടാവും. നമ്മുടെ ഈ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിനെയും അതുപോലെ തന്നെ ഡാനി സാറേയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ അവസരത്തിലുള്ള ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നതിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാം പ്രധാനമായിട്ടും ബിസിനസ് ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. നോർമലി ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 4 മണിക്കൂറാണ് ഒരു ബിസിനസ് ഡെവലപ്മെന്റിന്റെ ഫുൾ സ്ട്രെച്ചിലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. 2 മണിക്കൂർ തിയറിയും 2 മണിക്കൂർ പ്രാക്ടിക്കലുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉള്ളടക്കമായിട്ടുള്ളത്. പക്ഷെ സൂം പ്ലാറ്റ്ഫോമില് നമുക്ക് ചില പരിമിതികളുണ്ട്. പരമാവധി നമുക്ക് 1 മണിക്കൂറാണ് നമുക്കിവിടെ സമയമായിട്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 മണിക്കൂറിൽ നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ 1 മണിക്കൂറിൽ പൂർണ്ണമായും അവതരിപ്പിക്കുക പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഫിസിക്കൽ മീറ്റിംഗിൽ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും കാതലായ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായ ഒരു അവബോധം നമുക്ക് ഫിസിക്കൽ മീറ്റിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 2 രീതിയിലാണ് ഇന്ന് നമുക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക. ഒരു ഒന്നാമത്തെ തിയറി ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ മോർണിംഗ് സെക്ഷനിൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ പാർട്ടാണ്.
തിയറിയിൽ എന്താണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ കടന്നു വന്നിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഈ വ്യവസായത്തെ കുറിച്ച് പലരും ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോ എന്താണ് ഈ വ്യവസായത്തിന്റെ വ്യാപ്തി എന്നോ ഈ ഇൻഡസ്ട്രിയുടെ വലുപ്പം എന്തെന്നോ ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല ഉള്ളത്. വളരെ ആക്സിഡന്റൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഡയറക്ട് സെല്ലിംഗിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. പക്ഷേ ഈ മേഖലയിൽ കടന്നു വരുന്ന ഓരോരുത്തരും ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും ഈ മേഖലയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് മുലപ്പാലാണ്. അതിനുശേഷം കുറച്ച് ഏത്തക്ക കുറുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നീട് പതുക്കെ പതുക്കെ പതുക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ റെഡിയായി വരിക എന്ന് പറയുന്നത് പോലെ ഇപ്പൊ തിയറി ഭാഗം ഉണ്ട്. അത് നമുക്ക് ഇന്നത്തെ ഇതിൽ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നില്ല. പ്രധാനമായും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും കാതലായ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ മേഖലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രായോഗികമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മേഖലയിൽ കടന്നു വരുന്ന എല്ലാവരും ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കണമെന്നും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നും വാശി പിടിക്കാറില്ല. കാരണം ഇതിൽ ഇൻകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാരലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഫുൾ സിസ്റ്റമോ ട്രെയിനിങ്ങോ ഒന്നും അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു പ്രൊഡക്റ്റ് വാങ്ങുക, ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫാമിലി ബോണസ് കിട്ടും. ഒരു സെയിൽസ്മാന്റെ ലെവലിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. മാസം നിലവിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം ബിസിനസിനോടൊപ്പം നമുക്കൊരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ പാസീവ് ഇൻകം നിങ്ങൾ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിലൂടെ ജനറേഷൻ ടു ജനറേഷനിലേക്ക് നിങ്ങൾക്ക് വരുമാനം നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും ഈ ബിസിനസിന്റെ സിസ്റ്റം നോളജ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് 100% ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ 100% ഈ ബിസിനസ്സിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റബിൾ ലീഡർ ആയിരിക്കേണ്ടതും പൂർണ്ണമായിട്ട് ആവശ്യമാണ്. അപ്പൊ ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാം പൂർണ്ണമായും പ്രാക്ടിക്കലായിട്ട് ഈ മേഖലയിൽ വിജയിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ മേഖലയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഹൗ ടു ഡു ആക്ഷൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളല്ല. ഡയറക്ട് സെല്ലിങ്ങിന്റെ കാതലായ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെയും ട്രെയിനിങ്ങുകളിലൂടെയും എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവ് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ്. സോ ഇത് 100% ഒരു നോളജ് ബേസ്ഡ് ബിസിനസ് ആണെന്നും ഇത് ട്രെയിനിങ്ങുകളിലൂടെയും പ്രോഗ്രാമുകളിലൂടെയും ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യവസായമാണെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഈ മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സിസ്റ്റം നോളജ് ആവശ്യമാണെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങളൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല ചൂസ് ചെയ്യാൻ ഒരു പക്ഷെ ഒരു അധിക വരുമാനമായിരിക്കാം അവരെ ഈ മേഖലയിലേക്ക് ചൂസ് ചെയ്യാനായിട്ട് അവരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളൊരു എന്താ പറയുക ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭ്യസ്തരായ വിദ്യരായ ചെറുപ്പക്കാരെ കൊണ്ട് നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ വിദ്യാർത്ഥികൾക്കും ഉള്ള അറിവിന്റെയും കഴിവിന്റെയും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും തത്തുല്യമായ വേതനം കിട്ടുന്ന പ്രൊഫഷൻസ് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ബിടെക് എംടെക്കും കഴിഞ്ഞ് നിരവധി വ്യക്തികളെ നമ്മുടെ നാട്ടിലെ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു ബിടെക്കുകാരന് കൊള്ളുന്ന ഒരു അവസരമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാനും ഒരു ബിടെക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാല് ഇന്ന് ഓരോരുത്തർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യവും റീസൺസും വ്യക്തിയാണ്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖല ഏറ്റെടുക്കാനുള്ള ഒരു റീസൺ ആയിരിക്കില്ല ഒരു പക്ഷെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയൊക്കെ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട് ടൈം ഇൻകം പ്രതീക്ഷിച്ചിട്ടായിരിക്കും ആ ഒരു ഈ മേഖലയിലേക്ക് കടന്നു വരിക എന്നുള്ളത്.
അപ്പൊ ഓരോരുത്തർക്കും ഈ മേഖലയിൽ, എന്നാൽ ഈ മേഖല എന്താണെന്ന് മനസ്സിലാക്കി ഈ മേഖലയുടെ സാധ്യത പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൊരു ഹ്യൂജ് ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇതിലൂടെ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് കടന്നു വരുന്ന ഒരുപാട് വ്യക്തികളും ഈ മേഖലയിലുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മേഖല ചൂസ് ചെയ്യാനുള്ള റീസൺസ് വ്യത്യാസമുണ്ട്. ഒരു മേഖലയിൽ നമ്മൾ ഒരു യാത്ര തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഗൂഗിൾ മാപ്സിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഒരു വെഹിക്കിൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. അവിടെ നിന്നാണ് പിക്കപ്പ് ലൊക്കേഷൻ എന്ന് പറയുക. അത് ചിലപ്പോൾ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ ആയിരിക്കാം. നമ്മുടെ GPS കണക്ട് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് ആ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, ഡെസ്റ്റിനേഷനാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ യാത്ര നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്, ഡ്രീമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സ്വപ്നങ്ങളുണ്ട്. നമ്മൾ പല ആളുകളും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കുഴിച്ചു മൂടിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിക്കുന്നതിന് തത്തുല്യമായ ഒരു ഓപ്പർച്യൂണിറ്റി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് പല വ്യക്തികളും കണ്ടില്ല. ഇന്ന് ഈ ലോകത്ത് ജനിച്ച് മരിച്ചു വീഴുന്ന 90% ആളുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 90% ആളുകളും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിക്കാതെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ആളുകളാണ്. കാരണം അവർക്ക് അതിന് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ മേഖലയിൽ കടന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലകളിലൂടെ സ്വപ്നം കാണാനും, സ്വപ്നം എന്ന് പറയുമ്പോൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മുടെ റിയൽ സ്വപ്നം എന്ന് പറയുന്നത്. എങ്ങനെ സ്വപ്നം കാണണമെന്നും ആ സ്വപ്നം എങ്ങനെ നേടിയെടുക്കണമെന്നും അതിനുവേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്നും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദിസ് ബിസിനസ് ഈസ് ദ ഡ്രീം. ഡ്രീമിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സ്ഥിരമായി ആവർത്തിച്ച് ഒരു മൂവിയോ വീഡിയോ കാണുന്നത് പോലെ സ്ഥിരമായി കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ കാര്യങ്ങൾ നമ്മുടെ സബ്കോൺഷ്യസിലേക്ക് എന്റെ മൈൻഡിലേക്ക് രജിസ്റ്റർ ആവുകയും ഓട്ടോമാറ്റിക് അത് ആ സബ്കോൺഷ്യസ് മൈൻഡ് കൺസീവ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ കടത്തിവിടാനും ആ കാര്യങ്ങൾ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും ആ കാര്യങ്ങൾ ഉപബോധ മനസ്സിൽ രജിസ്റ്റർ ആവുകയും ചെയ്താൽ ഓട്ടോമാറ്റിക് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് ദിസ് ബിസിനസ് ഈസ് ദി ഡ്രീമിംഗ് എന്ന് പറയുന്നത്. സോ ഡ്രീം, ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു യുവജനങ്ങളാണ്. അപ്പോൾ അവരാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദിസ് ബിസിനസ് ഈസ് ദി ഡ്രീം. രണ്ടാമത്, നമ്മളെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ കടന്നു വരുമ്പോ നമ്മൾ ഈ മേഖലയെ കുറിച്ച് മനസ്സിലാക്കി ഈ മേഖലയിൽ ഒരു പ്രൊഫഷൻ, ഒരു കരിയർ ചൂസ് ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന നേട്ടം എന്താണെന്ന് ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ട്രോങ് ഡിസിഷൻ, മലയാളം പറയാറുണ്ട് മുറുക്കി പിടിച്ചാലും മുറുക്കി പിടിക്കുക എന്ന് പറയാം. അപ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷൻ, ഈ മേഖല എനിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയാണെന്നും ഇന്ന് സാധാരണക്കാരനെ അസാധാരണക്കാരനെ ആക്കുന്ന ഒരു വ്യവസായമാണ് ഡയറക്ട് സെല്ലിങ്ങിലാണെന്നും ഒരു സാധാരണക്കാരനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങളുള്ള ഒരു മേഖലയാണെന്നും ഈ മേഖലയിൽ ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചാൽ 1, 2, 3 വർഷങ്ങൾ കൊണ്ട് എന്റെ വ്യക്തി ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങളെ കുറിച്ചുമൊക്കെ ഒരു ബോധ്യത്തോടു കൂടി തന്നെ ഡയറക്ട് സെല്ലിംഗ് മേഖലയുമായി ഷൈക്ക് ഹാൻഡ് കൊടുക്കാൻ ഒരു ഡിസിഷൻ, ഒരു സ്ട്രോങ് ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റിയാൽ ആ ഡിസിഷനിലോട് കൂടിയാണ് നിങ്ങളുടെ ഈ ബിസിനസിന്റെ അടുത്ത ഘട്ടം വരിക എന്നുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാം, ഉപയോഗിക്കാം, അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാം. മറിച്ച് ഈ പ്രൊഡക്റ്റുകളും ഈ ബിസിനസ്സും ഈ സിസ്റ്റവും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായാൽ, അതിന് പറ്റുന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റിയാൽ നമ്മൾക്ക് ഈ മേഖലയിൽ വലിയൊരു വിജയം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതം എന്ന് പറയുന്നത് ഒരു ചോയ്സ് തന്നെയാണ്. അതായത് ജനനം എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെയും മരണം എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെയും ഇടയ്ക്കുള്ള 3 അക്ഷരമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവിതത്തില്
നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് 3 അവസരങ്ങൾ ദൈവം തരുന്ന പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ പൂർണ്ണമായി തിരിച്ചറിയുന്നതിന് നമുക്ക് യഥാസമയം പലപ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റിയുടെ വലിപ്പം എന്താണെന്ന് നമ്മൾ സ്വയം ഉൾക്കൊള്ളുകയും ആ ഓപ്പർച്യൂണിറ്റിയിലെ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ചുരുങ്ങിയ കാലം കൊണ്ട് 500-ലധികം ആളുകളെ കോടീശ്വരന്മാക്കിയ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്ന ഈ ബയോടൂറിയത്തിലേക്ക് നമ്മൾ എത്തിയപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വെഹിക്കിൾ എന്താണെന്നും അതിലൊരു സ്ട്രോങ് ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റിയാല് നമുക്ക് ഈ മേഖലയിൽ നമ്മുടെ 2ാമത്തെ ഘട്ടത്തിലാണ്. ഇനി ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള ചലഞ്ചസും പ്രതിബന്ധങ്ങളും ഒക്കെ വൈതരണികളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഈ യാത്ര നമ്മൾ തുടങ്ങിയാൽ ആ യാത്രയിൽ നമ്മൾ ക്വിറ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിൻ. ഈ മേഖലയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകൾക്ക് വേണ്ട അറിവ്, കഴിവ് ഒക്കെ പരിശീലിക്കുന്നതിന് വേണ്ടി ഓരോരുത്തർക്കും വ്യത്യസ്തമായ സമയങ്ങൾ എടുക്കാം. പക്ഷെ ഒരാൾക്കും ഈ മേഖലയിൽ വിജയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സക്സസ് ക്യാൻ ബി ഡിലേഡ് ബട്ട് നോട്ട് ഡെനീഡ്. ഒരാൾക്കും വിജയം നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ മേഖലയിൽ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് തയ്യാറായാൽ സുനിശ്ചിതമായിട്ടും വിജയം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ഇനി ഈ മേഖലയിൽ കടന്നു വരുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ മേഖലയെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മൾ ആർജിക്കേണ്ടത് ആവശ്യമാണ്. ഈ മേഖലയെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് ഇതൊരു നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കടന്നു വരുന്ന വ്യക്തിക്ക് ബേസിക് ട്രെയിനിങ് പ്രോഗ്രാം, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ഉണ്ട്. ആ പ്രോഗ്രാമുകളിലൂടെയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്, അവിടെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ 1-2 പ്രോഗ്രാമുകളല്ല, നമുക്ക് പറ്റുന്ന അത്രയും കിട്ടുന്ന ബേസിക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, നിരവധി പ്രോഗ്രാമുകൾ സിസ്റ്റത്തിലുണ്ട്. ആ പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക, സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവലുകൾ വളരെയധികം കൂടും. നമുക്കൊരു യുദ്ധം വിജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വെപ്പൺസ് ആവശ്യമാണ്, അല്ലെ? നിങ്ങൾ ഒരു ടെററിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ മേഖലയിൽ ട്രെയിൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് വ്യക്തിയും കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എന്താ പറയുക സൈനികനാണ്, ഒരു സോൾജിയർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെൽ ട്രെയിൻഡ് ആണെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ഒപ്പോണന്റിനെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, വളരെ കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ മേഖലയെ കുറിച്ച് വ്യക്തമായ ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചുള്ള നോളജ് നിങ്ങൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ ഉയരത്തിലാണ്. യുവർ കോൺഫിഡൻസ് വിൽ ബൂസ്റ്റ് യുവർ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ വരുമാനത്തെ ഉയർത്തും. സോ ഈ മേഖല ചെയ്യുമ്പോൾ നമുക്ക് നോളജ് ആവശ്യമാണ്, എന്തൂസിയാസം ആവശ്യമാണ്, എക്സൈറ്റ്മെന്റ് ആവശ്യമാണ്. ഇത് നോളജും എക്സൈറ്റ്മെന്റ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മേഖലയെ കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെയധികമാണ്. സോ 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഫുള്ളി ലോഡഡ് ആയിട്ട് ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഈ മേഖലയെ കുറിച്ചുള്ള അറിവ് നമ്മൾ ആർജിക്കുക. ഏത് മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിലും ആ മേഖലയെ കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്, നോളജ് നമുക്ക് ആവശ്യമാണ്. 2, ആ മേഖലയിൽ വിജയിക്കാൻ വേണ്ട സ്കില്ലുകൾ നമുക്ക് ആവശ്യമാണ്. ഈ മേഖലയിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിരവധി സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി അമ്മയുടെ ഉദരപാത്രത്തിൽ നിന്ന് വരുമ്പോ പ്രത്യേകിച്ച് പുതിയ അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് വരിക, ഫ്രഷാണ്. പക്ഷെ ഈ ഏത് മേഖലയിലും പ്രവർത്തിക്കുമ്പോഴാണ് ആ മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഈ മേഖലയിലേക്ക് കടന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ, അതായത് പ്രോസ്പെക്ടിങ് സ്കില്ല്, ഫോളോ അപ്പ് സ്കില്ല്, സെയിൽസ് ക്ലോസിംഗ് സ്കില്ല്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസന്റേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, നിരവധി സ്കില്ലുകൾ ഓരോ ഘട്ടത്തിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ അറിവ്, കഴിവ്, പ്രവൃത്തി മണിക്കൂറുകൾ, അറിവ്, കഴിവ്, പ്രാക്ടീസ്, ഇത് 3ഉം കൊണ്ട് ഏത് മേഖലയിലുള്ള വ്യക്തിക്കും ആ മേഖലയിൽ എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. 3ാമത്തതാണ് ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി ഒരു മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയിലുള്ള വിശ്വാസം നമുക്ക് വളരെയധികം ആവശ്യമാണ്. വിശ്വാസമാണ് ഒരു മേഖലയില് വിജയിപ്പിക്കാൻ ആ വ്യക്തിക്ക് വിജയത്തിന്റെ പ്രധാനപ്പെട്ട നിദാനത്തില് 4ാമത്തെ ഘടകം എന്ന് പറയുന്നത്.
ആ വിശ്വാസം 100% എത്തുമ്പോഴാണ് ഒരു മേഖലയിൽ പൂർണ്ണമായും ഒരു വ്യക്തി വിജയിക്കുക. 99.9% ബിലീഫ് ആണ് നമുക്കുണ്ടെങ്കിൽ ആ മേഖലയിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പൊ ആ വിശ്വാസം നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളിലൂടെയാണ് ഈ മേഖലയിലുള്ള വിശ്വാസം നമുക്ക് കൂട്ടാൻ പറ്റുക. അപ്പൊ അത് കിട്ടുന്ന പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്ന് നിൽക്കുക, വിജയിച്ച ആളുകളുമായി ചേർന്ന് നിൽക്കുക, കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളും സിസ്റ്റവുമായി ചേർന്ന് നിൽക്കുക. സ്വാഭാവികമായിട്ടും മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ലീഡേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും കമ്പനിയുടെ പ്രോഗ്രാമുകളോടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കും ഈ മേഖലയിലുള്ള വിശ്വാസം നമുക്ക് കൂട്ടാൻ പറ്റും. സോ ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെ വിശ്വാസങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഒരു മേഖലയിൽ കടന്നു വരുന്ന സമയത്ത് ഒരു വ്യക്തി ആർജിക്കേണ്ട വിശ്വാസത്തില് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗിലും മേഖലയെ കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം അയാൾ കൂട്ടണം. ഇതൊരു പുതിയ ബിസിനസ് അല്ലെന്നും ഇത് ഈ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണെന്നും ഡയറക്ട് സെല്ലിങ് എന്നുള്ളത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ബിസിനസ് ആണെന്നും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റുകളും സ്റ്റേറ്റ് ഗവൺമെന്റുകളും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഗോൾഡൻ ഇയേഴ്സ് ഇനി വരാൻ പോകുന്നതാണെന്നും ഇതൊരു ശൈശവ ഘട്ടത്തിലാണെന്നും ഇനി നിരവധി ആളുകളുടെ ജീവിതത്തില് വലിയ ലൈഫ് സ്റ്റൈലിലേക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നും ഇതിന്റെ സാധ്യത അനന്തമാണെന്നും ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മാൻ പവർ ആണെന്നും അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അവബോധമാണ് നമ്മൾ ഒന്നാമത് ഉണ്ടാക്കേണ്ടത്. ബിലീഫ് സിസ്റ്റത്തില് നമുക്ക് ആദ്യം വേണ്ടത് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അവബോധമാണ്. രണ്ടാമത് ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു റൈറ്റ് കമ്പനി എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. വൈ ഈ ബയോട്ടോറിയം, എന്താണ് ഇതിന്റെ പ്ലസ് പോയിന്റ്? ഈ കമ്പനി പുതിയ കമ്പനിയാണോ? ഈ പ്രൊഡക്ട്സുകൾ പുതിയ പ്രൊഡക്ട്സുകളാണോ? ഓൾറെഡി 15 years ആയിട്ട് മാർക്കറ്റിൽ സെല് ചെയ്തുകൊണ്ടിരുന്ന ക്ലിനിക്കലി ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ഇന്ന് നമുക്കായിട്ട് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ വിഷൻ എന്താണ്, അവരുടെ മിഷൻ എന്താണ്, അവരുടെ ഫ്യൂച്ചർ സ്കെയിലിംഗ് പ്ലാനുകൾ എന്താണ്, അവരുടെ സ്കെയിലബിലിറ്റി എന്താണ്, ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്താണ്, ആ കമ്പനി 2024 എത്രത്തോളം കാര്യങ്ങൾ വിശ്വ മുന്നോട്ട് പോയെങ്കിൽ 2025 അവരുടെ പുതിയ ആശയങ്ങളും പുതിയ ഡെവലപ്മെന്റ്സും എന്താണ്, ഈ കമ്പനിയെ കുറിച്ചുള്ള ഒരു ബിലീഫ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ പറ്റുന്ന ആളുകൾ കമ്പനി നേരിട്ട് പോയി കാണുക, MD ആയിട്ടൊക്കെ കാണുക, കമ്പനിയെ കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത വിശ്വാസം എന്ന് പറയുന്നത് മറ്റു മേഖലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഒരു അപ്ലൈൻ ഉണ്ടാവും, ഒരു മെന്റർ ഉണ്ടാവും. മറ്റൊരു മേഖലയിലും നമുക്കൊരു അപ്ലൈനെ കാണാൻ പറ്റില്ല, പക്ഷെ ഈ മേഖലയിൽ നമുക്ക് ഒരു മെന്റർ ഉണ്ടാവും. അപ്പൊ അപ്ലൈന് നമുക്ക് വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സപ്പോർട്ടിങ് അപ്ലൈൻ ആണ് നിങ്ങളുടെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും പറയാണ്ട യു കൻ ചൂസ് യുവർ ഫാദർ ബട്ട് യു കൻ ചൂസ് യുവർ ഫാദർ ഉണ്ടോ. നിങ്ങളുടെ അപ്പനെ നമുക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ അമ്മായപ്പനെ വേണം നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിവാഹ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങളുടെ അപ്ലൈൻ. ആ അപ്ലൈനെ എപ്പോഴും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. കാരണം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നപ്പോ നമ്മളെ ഈ മേഖലയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് വേണ്ട സപ്പോർട്ട് തരാനായിട്ട് തയ്യാറാവുന്ന ഒരു വ്യക്തി അപ്ലൈൻ ആണ്. ആ അപ്ലൈൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ എന്താ പറയാ, പല റോക്കറ്റുകളൊക്കെ ലോഞ്ച് ചെയ്യണ കണ്ടിട്ടുണ്ടാവുന്നത്. റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ചില ബൂസ്റ്റർ റോക്കറ്റുകളുണ്ട്. ഈ ബൂസ്റ്റർ റോക്കറ്റുകളുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സാറ്റലൈറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ചില അപ്ലയൻസ് ഒരു പക്ഷെ നിങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ ഈ നെറ്റ്വർക്ക് ഇൻഡസ്ട്രി എന്നുള്ള ഈ വ്യവസായത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ചിലപ്പോൾ അവർ നാളെ ബിസിനസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ അവർ ചെയ്യുന്ന കർമ്മം അവരെ നിങ്ങളൊന്ന് വിശ്വസിക്കുക. അപ്ലൈനിലൂടെയാണ് ഈ ബിസിനസ് വളരുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഫെയ്ത്ത് ഇൻ യുവർ അപ്ലൈൻ. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മോശമാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ അപ്ലൈൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യില്ല എന്നുള്ളതാണ്. സോ ബിലീഫ് ഇൻ യുവർ അപ്ലൈൻ. നിങ്ങളുടെ അപ്ലൈനുമായി ചേർന്ന് നിങ്ങൾ പ്രവർത്തിച്ചാലുള്ള നേട്ടം എന്തുണ്ടെന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാം.
എല്ലാ കാര്യവും സ്വന്തം എക്സ്പീരിയൻസ് പഠിക്കണം എന്നൊരിക്കലും വാശി പിടിക്കരുത്. പാമ്പ് കടിച്ചാൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാമ്പ് കടിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അത് ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രമേ പഠിക്കൂ എന്നൊരിക്കലും വാശി പിടിക്കരുതുണ്ട്. ബുദ്ധിമാന്മാരെപ്പോഴും മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെയും പഠിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ബിലീവ് ഇൻ യുവർ അപ്ലൈ. അപ്ലൈയിലുള്ള വിശ്വാസമാണ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വിജയിപ്പിക്കുന്ന വിശ്വാസത്തിൽ മൂന്നാമത്തത്. നാലാമത്തത് ബിലീവ് ഇൻ യുവർ അസോസിയേറ്റ്സ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വളരെ യുണീക്ക് ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ കയ്യിൽ രേഖാശാസ്ത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. തമ്പ് ഇംപ്രഷൻ, ഇവിടെ ഇരിക്കുന്ന ഈ ലോകത്ത് പിറന്നു വന്നിട്ടുള്ള ഓരോ മനുഷ്യന്റെയും തമ്പ് വ്യത്യാസമുണ്ട്. അവർ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് യുണീക്കാണ്. അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. നിങ്ങളുടെ അസോസിയേറ്റ്സിനെയും വിശ്വസിക്കുക. കാരണം ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ ഈ മേഖലയിലൂടെ എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതും നിങ്ങളുടെ കൂടെ കടന്നു വന്നിട്ടുള്ള അസോസിയേറ്റ്സ് ആണ്. സോ ബിലീവ് ഇൻ യുവർ അസോസിയേറ്റ്സ്. സിസ്റ്റം. ഈ മേഖലയിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആണ്. ഏത് ഡയറക്ട് സെല്ലിംഗ് വ്യക്തികളും കടന്നു വന്നിട്ടുള്ള മേഖലയിലും ആ മേഖലയെ വെച്ചിട്ടുള്ള സിസ്റ്റം നോളജ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ സിസ്റ്റത്തില് നിരവധി കാര്യങ്ങൾ ഒരു വ്യക്തിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയെ ഈ മേഖലയിൽ വിജയിപ്പിക്കാൻ വേണ്ടി വിജയിച്ച ആളുകൾ കാച്ചിക്കുറുക്കി എടുത്തിട്ടുള്ള ഇതിന്റെ കാതലായ ഭാഗമാണ്. അപ്പൊ ആ സിസ്റ്റം നോളജ് ഓരോ ദിവസവും പോകും തോറും, മുന്നോട്ട് പോകും തോറും അത് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിലുള്ള വിശ്വാസം നമുക്ക് കൂട്ടാൻ പറ്റും. പ്രൊഡക്റ്റ് നമുക്ക് പലപ്പോഴും അറിയാം, ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സില് നമുക്ക് വിശ്വാസം വരുന്നത് ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ പ്രൊഡക്ട്സില് നമുക്ക് എപ്പോഴും വിശ്വാസം വേണം. ഈ മോർ പവർ, ഏറ്റവും ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച വെൽനസ് സപ്ലിമെന്റ്സിൽ ഒന്നായ മോർ പവർ, അതുപോലെ തന്നെ ബെറീസ്, നിരവധി 916 ക്വാളിറ്റിയിലുള്ള മികച്ച ഉൽപ്പന്നങ്ങളാണ് ഈ ബയോട്ടോറിയം കമ്പനി നമുക്കായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. സോ ബിലീവ് ഇൻ യുവർ പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സില്, ഇൻകം പ്ലാനില് അത് നേടാനുള്ള ആ വിശ്വാസം, ഈ വിശ്വാസങ്ങൾ ഡയറക്ട് സെല്ലിംഗിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമാണ്. സോ ഈ തരത്തിലുള്ള വിശ്വാസങ്ങളാണ്. റിയൽ ബിലീഫ് എന്ന് പറയുന്നത് സെൽഫ് ബിലീഫാണ്. ഒരു മേഖലയിൽ ഒരു വ്യക്തി വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ വിജയിക്കാനുള്ള ബിലീഫ് സിസ്റ്റത്തില് മറ്റെല്ലാ വിശ്വാസങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത് അവനവനിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ ഭഗവത്ഗീതയിൽ വിശ്വസിച്ചാലും ഖുറാനിൽ വിശ്വസിച്ചാലും അതുപോലെ തന്നെ ബൈബിളിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ലെങ്കിൽ ജീവിതത്തിൽ യാതൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ സെൽഫ് ബിലീഫ്, റിയൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളിലുള്ള വിശ്വാസമാണ്. അത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ആ വിശ്വാസത്തിനപ്പുറം മറ്റൊരു വിശ്വാസം ഒരു മേഖലയിലും വിജയിപ്പിക്കാനില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ വിശ്വാസമാണ് നമ്മളെ വിജയിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. നമ്മളുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും, നേട്ടത്തിന് വേണ്ട കാര്യങ്ങളും ഈസിയാക്കി മാറ്റുന്നത് വിശ്വാസമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അത് വിശ്വാസം ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്തതായി നമുക്ക് ഒന്നുമില്ല. അപ്പൊ ഒരു വ്യക്തിയെ വിജയിപ്പിക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വിശ്വാസം. ബിലീഫ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഈ മേഖല വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് കൂട്ടിയേ പറ്റൂ. വിശ്വാസം എന്ന് പറയുന്ന ഒരു ഇലക്ട്രിസിറ്റി പോലെയാണ്. ആ ഇലക്ട്രിസിറ്റിനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഒരു ഷോക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിന് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ലൈറ്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു മിക്സിയോ ഫാനോ ഒക്കെ നമുക്ക് ഇറക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറയുന്നത് പോലെ ചാലക ശക്തിയാണ് വിശ്വാസം. ഈ മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ബിലീഫ് ഇൻ ദ സിസ്റ്റം. ഈ മേഖലയിൽ വിജയിക്കുമ്പോ, ഈ മേഖലയിൽ വിജയിച്ച ആളുകള് ഇതിന് ഒരു പ്രൂവൺ സിസ്റ്റം, ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അറിഞ്ഞോ അറിയാതോ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മേഖലയെ കുറിച്ചുള്ള വിശ്വാസം കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. ഇന്നലെ എറണാകുളം ജില്ലയിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ഉണ്ട്.
കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും കമ്പനി നേരിട്ട് നടത്തുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻസ് ഉണ്ട്. ആ പ്രസന്റേഷൻസിൽ പോകുമ്പോൾ അവര് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എന്താണ് ഈ ബയോട്ടോറിയം കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന ബിസിനസ് പ്രോഗ്രാം എന്താണ് നമ്മളോട് ഷെയർ ചെയ്യും. ഒരുപാട് ആളുകൾ അവരുടെ അച്ചീവ്മെന്റ്സും ഷെയർ ചെയ്യും. അത് ഓട്ടോമാറ്റിക് നമുക്കൊരു കാര്യം മനസ്സിലാവും, നമുക്കും രണ്ട് കണ്ണും ഒരു വായും രണ്ട് ചെവിയും ഒരു മൂക്കും ഒക്കെ തന്നെയുള്ളത്. എല്ലാ മനുഷ്യരും സാധ്യമായതും നമുക്കും സാധ്യമാണെന്നും അവനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയാൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളില് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ജനിപ്പിക്കുന്നതാണ്. ഇനി ട്രെയിനിങ് പ്രോഗ്രാമുകളും വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകളും ഉണ്ട് ഒരു വ്യക്തിയെ ഈ മേഖലയിൽ ഏറ്റവും മികച്ച ഒരു പെർഫോമർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവ് നമുക്ക് കൊടുക്കുന്ന സിസ്റ്റത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ കൂടെയുള്ള ആളുകളെയും അറ്റൻഡ് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള ലിസ്റ്റ് ബിൽഡിങ് ഈ ബിസിനസിന്റെ ഏറ്റവും കാതലായ ഭാഗമാണ്. അത് നിങ്ങളുടെ പ്രോസ്പെക്ട് ലിസ്റ്റ് ആയാലും ഡിസ്ട്രിബ്യൂട്ടർ ലിസ്റ്റ് ആയാലും ലീഡർഷിപ്പ് ലിസ്റ്റ് ആണെങ്കിലും ലിസ്റ്റ് ബിൽഡിങ് ഈ ബിസിനസ്സിൽ നമുക്ക് പ്രധാനമാണ്. വീക്ക്ലി മീറ്റിങ്ങുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കമ്പനി മീറ്റിംഗ് തന്നെയാണ്. അതുപോലെ ഹൗസ് മീറ്റിങ്ങുകൾ ഉണ്ട്, മെഗാ ട്രേഡ് പ്രോഗ്രാമുകൾ, അച്ചീവ്മെന്റ് പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോളോ അപ്സുകളും ഡ്യൂപ്ലിക്കേഷനും ഒക്കെ ഈ ബിസിനസിന്റെ വിശ്വാസം കൂട്ടുന്നതാണ്. ലീസ്റ്റ് പ്രോഗ്രാം, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം ഈ സിസ്റ്റത്തിലുള്ളത് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. സോ ബിലീവ് ഇൻ ദി സിസ്റ്റം. നിങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റത്തിനകത്തുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കും ഈ മേഖലയിൽ വിജയിക്കുന്നതിന് വേണ്ട അറിവ് ആ സിസ്റ്റത്തിലൂടെ കിട്ടും, കോൺഫിഡൻസ് ആ സിസ്റ്റത്തിലൂടെ കിട്ടും. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് ഉയർത്താൻ പറ്റും. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഉയരുമ്പോൾ നിങ്ങളുടെ റിസൾട്ടിൽ അതിൽ വ്യത്യാസം ഉണ്ടാവും. സോ വിജയത്തിന് ബിലീഫ് വളരെ പ്രധാനമാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങളുടെ അപ്ലൈനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സക്സസ്ഫുൾ അപ്ലൈനെ നിങ്ങൾ 100% വിശ്വസിക്കണം. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ അപ്ലൈനാണ്. നിങ്ങളുടെ അപ്ലൈൻ ഈസ് യുവർ മെന്റർ. നിങ്ങളെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രം നമ്മൾ വിജയിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. അതുകൊണ്ട് കൂടെ വന്നവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അഹാരാത്രം നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന നിങ്ങളുടെ സപ്പോർട്ടിങ് അപ്ലൈൻസിനെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഈ മേഖലയിൽ കിട്ടുന്ന അറിവും കഴിവും ഒക്കെ നമ്മൾ എക്സൽ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഫീൽഡിലാണ്. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല. ഈ മേഖലയിൽ ദ റിയൽ ലേണിംഗ് ഹാപ്പൻസ് ഇൻ ദ ഫീൽഡ്. നിങ്ങൾ ആളുകളെ കാണാൻ പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള ലേണിംഗ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കിട്ടിയിരിക്കുന്ന അറിവും കഴിവും ഒക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഫീൽഡിൽ നിന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ടോപ്പ് ലീഡർ ഈ ബിസിനസ്സിൽ ഒരു മികച്ച പെർഫോമർ ഉണ്ടാവുന്നത് ഫീൽഡിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തിയറി കിട്ടുന്നത് ക്ലാസ് റൂമിലാണെങ്കിൽ റിയൽ ലേണിംഗ് നടക്കുന്നത് ഫീൽഡിലാണ്. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം, ഫീൽഡിലേക്ക് ഇറങ്ങണം. ഫീൽഡിലാണ് നമ്മുടെ റിയൽ ലേണിംഗ് വരുന്നത്. ഫീൽഡിലൂടെ മാത്രമേ ഈ ഇൻഡസ്ട്രിയെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഫീൽഡ് ഈസ് ദി ഹാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി. നിങ്ങൾ പൊളിറ്റിക്സ് എടുത്തു നോക്കൂ, സിനിമ ഇൻഡസ്ട്രി, മൂവി ഇൻഡസ്ട്രി എടുത്തു നോക്കൂ, ഒക്കെ ഏത് മേഖലയിൽ പോലെയും തന്നെയും ഈ മേഖലയിലും ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഫീൽഡാണ് ഇതിന്റെ എന്ന് ഏത് നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സും ഫീൽഡിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ദ റിയൽ ലേണിംഗ് ഹാപ്പൻസ് ഇൻ ദ ഫീൽഡ്. അപ്പൊ ഈ മേഖലയെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ലേ, കിട്ടുന്ന അറിവുകളും ഒക്കെ ആയിട്ട് സ്കില്ലുകളുമായിട്ട് നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുക. ഫീൽഡിലാണ് റിയൽ ലേണിംഗ് നൽകുക എന്നുള്ളത്. പിന്നെ ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള കസ്റ്റമർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കസ്റ്റമർ നെറ്റ്വർക്ക് ആണ് ഈ മേഖലയിൽ വിജയിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് ജിയോ എടുത്തു വെച്ചാൽ ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കസ്റ്റമർ ക്രിയേഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഒന്നാണ് ജിയോ. നിങ്ങൾക്കറിയാം. അപ്പോ ഏത് മേഖലയിലും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, മക്ഡൊണാൾഡ് ആയാലും അതുപോലെ KFC ആയാലും
ലോകത്തെ ലീഡിങ് ബ്രാൻഡ്സ് ആയാലും ഏത് ബ്രാൻഡ് എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ കസ്റ്റമർ നെറ്റ്വർക്ക് ആണ് അവരെ ആ മേഖലയിൽ വിജയിപ്പിക്കുന്നത്. ഒരു ഡയറക്ട് സെല്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ആൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കി തരുന്നത് ആ മേഖലയിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമർ നെറ്റ്വർക്ക് ആണ്. എന്നാൽ നിങ്ങളുടെ എന്താ പറയാ റീപർച്ചേസ് പ്ലാൻ ലോഞ്ച് ചെയ്തതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. റീപർച്ചേസ് പ്ലാനിൽ നിങ്ങളുടെ കസ്റ്റമർ നെറ്റ്വർക്കിന്റെ വലിപ്പവും എണ്ണവും കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകളും കൂടും. ഇൻകമുള്ള ആളുകൾ നിങ്ങളുടെ ടീമിൽ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ഇൻകവും കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോപ്പർ കെയർ നമ്മുടെ നെറ്റ്വർക്ക് ക്രിയേഷനിൽ കസ്റ്റമർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കണമെന്നും നാളെ ഈ മേഖലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് നിങ്ങളുടെ കസ്റ്റമർ നെറ്റ്വർക്ക് ആണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മളുടെ ക്രിയേറ്റിംഗ് യുവർ കസ്റ്റമർ ബേസ്. അതാണ് ഏത് മേഖലയിൽ വിജയിച്ച ഒരു കമ്പനിയെ പോലെ ഈ മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത്. ഇബേറ്റോറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇബേറ്റോറിയം ഉണ്ടാക്കിയ കസ്റ്റമർ ബേസിലൂടെയാണ് കമ്പനി നിരവധി പ്രോഡക്റ്റുകൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള 9-1 ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്. സോ കമ്പനിയുടെ നെറ്റ്വർക്കിലൂടെയാണ് എത്തിക്കുന്നതെങ്കിൽ നാളെ നിങ്ങളുടെ നേട്ടം തീരുമാനിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമർ നെറ്റ്വർക്ക് ആണെന്നുള്ള ബോധ്യമുണ്ട്. സോ കസ്റ്റമർ നെറ്റ്വർക്ക് ക്രിയേഷൻ ആണ് അടുത്തത്. ബിലീവ്. അടുത്തത് പ്രൊഡക്ട്സ്. ഈ മേഖലയിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ 100% ഇതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. തിയറി പറയുന്നത് യൂസ് ദി പ്രൊഡക്റ്റ് ആൻഡ് ലവ് ഇറ്റ്. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതിനെ സ്നേഹിക്കുക. ദെൻ റെക്കമെൻഡ് ഇറ്റ് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ആ സ്നേഹിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അത് റെക്കമെൻഡ് ചെയ്യുക. ദെൻ സ്പോൺസർ ദം ടു യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അവരെ സ്പോൺസർ ചെയ്യുക. ടീച്ച് ദം, ട്രെയിൻ ദം, ഹെൽപ്പ് ദം ടു ഡ്യൂപ്ലിക്കേറ്റ് യു. നിങ്ങൾ അവരെ പഠിപ്പിക്കണം, നിങ്ങൾ അവരെ പരിശീലിപ്പിക്കണം, നിങ്ങൾ അവരെ സഹായിക്കണം, നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. സോ പ്രൊഡക്ട്സ് ഈ ബിസിനസ്സിൽ 100% നമുക്കറിയാം പ്രൊഡക്ട്സ് ആണ് ഇവിടെ കിങ്. ഏറ്റവും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള വേൾഡിലെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സിന്റെ പയനിയേഴ്സ് ആയിട്ടുള്ള ഈ ബയോടെക്നോളജിയിലാണ് നിൽക്കുന്നത്. അതുപോലെ വേൾഡിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് വെൽനസ് സപ്ലിമെന്റ്സ് ആയിട്ടുള്ള മോർ പവർ നമുക്കുണ്ട്, ബെറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട്. പല മേഖലകളിലേക്കും ഈ കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ബിലീവ് ഇൻ യുവർ പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സ് ആണ് നമ്മൾ വിജയിപ്പിക്കുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 6, ലിസ്റ്റ് മേക്കിംഗ്. ഈ മേഖലയിൽ വിജയിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലിസ്റ്റ് ആണ്. നിങ്ങളുടെ ഡ്രീം ടീം, നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങളെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ലിസ്റ്റ് ആണ്. ഇന്ന് 140 കോടി സൈബർ ആപ്ലിക്കേഷൻ. വെൽ ഡൺ ജയ്മോൻ സാർ. നിരവധി പ്രൊഡക്റ്റുകൾ ഇന്ന് നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ മേഖല വിജയിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ലിസ്റ്റാണ്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നമ്മളെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒരു ലിസ്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കുക. ആ ലിസ്റ്റ് ആണ് നമ്മൾ വിജയിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ. നെവർ എവർ പ്രീജഡ്ജ്. ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും മുൻവിധിയോടുകൂടി നമ്മൾ ഈ ബിസിനസിന്റെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അയാൾ ഈ ബിസിനസ് അടിപൊളിയായിട്ട് ചെയ്യും, അയാൾ ഈ ബിസിനസ് ചെയ്യില്ല എന്നുള്ള മുൻവിധി നിങ്ങൾ എടുത്താൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വിജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുമെന്ന് വിചാരിച്ച ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് ചിലപ്പോൾ ഒരു പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും റിസൾട്ട് അത്രയൊന്നും പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കാത്ത ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം ഒരു വലിയ ടീമിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് കഴിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വ്യക്തിയെ നിങ്ങൾ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചില വ്യക്തികൾ ബൂസ്റ്റർ റോക്കറ്റുകളാണ്. ആ ബൂസ്റ്റർ റോക്കറ്റുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയാ വെഹിക്കിളെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ വലിയ വലിയ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകള് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനായിട്ട് എവിടെയൊക്കെ ഇരിപ്പുണ്ട്. അവരെ നിങ്ങളിലേക്ക് കണക്ട് ആക്കുന്നത് നിങ്ങളുടെ ലിസ്റ്റ് ആണ്. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 3 രീതിയിലാണ് നമ്മൾ സെലക്ഷനിലേക്ക് വരിക. ഒന്നാമത്തത് ഹോട്ട് കോണ്ടാക്ട്, രണ്ടാമത്തത് വാം കോണ്ടാക്ട്, മൂന്നാമത്തത് കോൾഡ് കോണ്ടാക്ട്. ഹോട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക്
ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കള്, ബന്ധുക്കള്. നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ നിമിഷം നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ ഹോട്ട് കോണ്ടാക്ട് ഉള്ള വ്യക്തിയായിരിക്കാം. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളോടൊപ്പം കട്ടക്ക് ജീവിതത്തിനോടൊപ്പം ചങ് ബ്രോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളുടെ ഹോട്ട് കോണ്ടാക്ട് ഉള്ള ആളുകൾ എന്നുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്ലാസ് വരുന്ന ഹോട്ട് കോണ്ടാക്ട് ആണ്. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഹോട്ട് കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണ്. രണ്ടാമത്തെ കോണ്ടാക്ട് എന്ന് പറയുന്നത് വാം കോണ്ടാക്ട് ആണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, പക്ഷെ അത്രത്തോളം ഡീപ്പ് റിലേഷൻ ഇല്ല. ഹോട്ട് കോണ്ടാക്റ്റുള്ള വ്യക്തികളോട് നിങ്ങൾ ഈ ബിസിനസ് പറയുമ്പോൾ അവരിതിന്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കാൻ റെഡിയില്ല. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ അവർ റെഡിയാണ്. വാം കോണ്ടാക്റ്റുള്ള വ്യക്തികൾ അങ്ങനെയല്ല, നിങ്ങളെ അറിയാം, പക്ഷെ നിങ്ങൾ ഹോട്ട് കോണ്ടാക്റ്റിലെ വ്യക്തികളൊന്നും നിങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ളതാണ് വാം കോണ്ടാക്ട് എന്ന് പറയുന്നത്. പിന്നെ കോൾഡ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ. ദ റിയൽ നിങ്ങളുടെ ഡയമണ്ട്സും നിങ്ങളുടെ അച്ചീവേഴ്സും ഒക്കെ കിടക്കുന്നത് കോൾഡ് കോണ്ടാക്ട്സിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൾഡ് കോണ്ടാക്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. കാരണം നിങ്ങൾ ആദ്യം ഹോട്ട് കോണ്ടാക്റ്റിൽ പോയി, അവിടെ നിന്ന് നിങ്ങൾ വാം കോണ്ടാക്റ്റിലേക്ക് പോയി, അവിടെ നിന്നാണ് നിങ്ങൾ ഹോട്ട് കോണ്ടാക്റ്റിലേക്ക് പോവുക. നിങ്ങൾ ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ നൂറുകണക്കിന് ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ നൂറുകണക്കിന് ആളുകളെ നിങ്ങൾക്ക് നേരിട്ട് പരിചയം ഉണ്ടാവണമെന്നില്ല. ആ അദ്ദേഹത്തിന്റെ എല്ലാ കോണ്ടാക്ട്സുകളിലും കുറച്ച് ആളുകൾ നിങ്ങൾക്ക് മ്യൂച്വലായിട്ട് പരിചയം ഉണ്ടാവാം. ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകളും നിങ്ങളുടെ കോൾഡ് കോണ്ടാക്ട്സിലാണ്. ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒരു മികച്ച അച്ചീവർ ആവുന്ന സമയത്ത് നിങ്ങൾ ഏത് വ്യക്തി എടുത്ത് പഠിച്ചു നോക്കൂ, അയാൾ അച്ചീവർ ആക്കിയിട്ടുള്ളത് ഈ സിസ്റ്റമാണ്. അതുകൊണ്ട് ഹോട്ട് കോണ്ടാക്റ്റിലൂടെ വാം കോണ്ടാക്റ്റിൽ പോവുക, വാം കോണ്ടാക്റ്റിലൂടെ കോൾഡ് കോണ്ടാക്റ്റിൽ പോവുക. ആ രീതിയിലാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡിംഗ് നടക്കുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ സെലക്ഷനില് ഹോട്ട് കോണ്ടാക്റ്റും വാം കോണ്ടാക്റ്റും കോൾഡ് കോണ്ടാക്റ്റും. ഇനി പലപ്പോഴും നമുക്കറിയാം ഒരു മികച്ച കമ്പനിയിൽ നമ്മൾ മികച്ചതാവുക എന്നുള്ളതല്ല പ്രധാനം, നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും മികച്ച ആളുകൾ എന്ന് പറയാം. സോ പീപ്പിൾ, നമ്മുടെ സെലക്ഷനിൽ രണ്ടാമത്തെ പോയിന്റ് ആണ് പീപ്പിൾ ഹു ആർ ബെറ്റർ ദാൻ us. നമ്മളെക്കാളും മിടുക്കന്മാരായ ആളുകളോടൊപ്പം ബിസിനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാവുക. നമ്മൾ മിടുക്കനാകുന്നതിനേക്കാളും വളരെ പ്രധാനമാണ് വളരെ മിടുക്കന്മാരായ ആളുകളെ നമ്മളോടൊപ്പം ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, പീപ്പിൾ ഹു ആർ ബെറ്റർ ദാൻ, നിങ്ങളെക്കാളും മികച്ചവരിലേക്ക് ബിസിനസ് ചെയ്യുക. നിങ്ങളെക്കാൾ ബെറ്റർ ആളുകളിലേക്ക് ബിസിനസ് ചെയ്യുക. ആളുകൾ തുടക്കത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വാസമുള്ള, നമ്മളെക്കാൾ എന്താ പറയാ, നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങിനേക്കാളും താഴെ നമ്മളത് സ്വപ്നങ്ങൾ, വളരെ ചെറിയ സ്വപ്നങ്ങളുള്ളവര്, അത്തരത്തിലുള്ള ആളുകളിലേക്ക് മാത്രം ബിസിനസ് ഒതുങ്ങിയാൽ നിങ്ങളുടെ ബിസിനസ് വലിയൊരു ഡെവലപ്മെന്റിന് സാധ്യത കുറവാണ്. സോ ലിസ്റ്റ് മേക്കിംഗ് ആൻഡ് സെലക്ഷൻ ആണ് ഈ മേഖലയിൽ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള് ഒക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്നത് നമ്മുടെ ലിസ്റ്റിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക. സോ പ്രാക്ടിക്കല് ലിസ്റ്റ് മേക്കിംഗ് ആണ്. ഈ മേഖലയിൽ വരുന്ന ഒരു വ്യക്തി പഠിക്കേണ്ട ഏറ്റവും ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കേണ്ട ആദ്യത്തെ സ്കില്ല് ആണ് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ടേ ഉള്ളൂ. എന്ത് വേണം? യു ഹാവ് ടു ജമ്പ് ഇൻ ടു ദി വാട്ടർ. വെള്ളത്തിലേക്ക് ഇറങ്ങാം. വെള്ളത്തിൽ ഇറങ്ങാതെ ഒരിക്കലും നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റില്ല. നമ്മൾ വെള്ളത്തിൽ ചാടുന്ന സമയത്ത് തുടക്കത്തില് ചിലപ്പോൾ 1-2 കോവിൽ വെള്ളം ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സമയത്ത് വെള്ളം ഉള്ളിൽ പോകുമ്പോ ഞാൻ വെള്ളം കുടിച്ചു, ഇനി എനിക്ക് നീന്താൻ പഠിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നീന്തൽ പഠിക്കില്ല. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ ഇനിഷ്യൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇൻവിറ്റേഷൻ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല ട്രെയിനിങ് പ്രോഗ്രാമിലും, നിങ്ങളുടെ ലിസ്റ്റിനുള്ളിൽ നിങ്ങൾ ഒരിക്കൽ പോലും വിളിച്ചാൽ നിങ്ങളോടൊപ്പം ബിസിനസ്സിൽ വരില്ല എന്നുള്ള ആളുകളിൽ കുറച്ച് പേരുണ്ടാവും. ആ ആളുകളിൽ നിങ്ങൾ ആദ്യം പഠിക്കുക. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു മാച്ചിന് വേണ്ടി നമ്മൾ പോകുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ടുള്ള നെറ്റ് പ്രാക്ടീസ് നമ്മൾ നടത്തേണ്ടത് ആവശ്യമാണ്. ഒരു ബോളിനെ എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ അതിനെ ഡ്രൈവ് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് എങ്ങനെയാണ്, റൈറ്റ് സൈഡ് ഡ്രൈവ് എങ്ങനെയാണ്, ഒരു ഫേസ് ബോളിനെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, ഒരു സ്പിൻ ബോളിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിയൽ പിച്ചിലേക്ക് കളിക്കുന്നതിന് മുമ്പ് നമ്മൾ നെറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻവിറ്റേഷനിലും നമുക്ക് പ്രാക്ടീസ് കൊണ്ട് നമുക്കൊരു മികച്ച ഇൻവിറ്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. സോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ടായിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് 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 മേക്ക് പെർഫെക്റ്റ്.
ഒരു കാര്യം ആവർത്തിച്ച് നമ്മൾ പരിശീലിക്കുമ്പോഴാണ് ആ സ്കില്ല് മെച്ചപ്പെടുത്തുക. സോ ഇൻവിറ്റേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻവിറ്റേഷൻ ആണ് ഈ മേഖലയിൽ ഒരു വ്യക്തി പരിശീലിക്കേണ്ട ഏറ്റവും ആദ്യത്തെ സ്കില്ല് എന്ന് പറയുന്നത്. മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഒരിക്കലും വലിയ ലെങ്തി ആയിട്ടുള്ള ഇൻവിറ്റേഷൻ ആവരുത്. ഫോണിലൂടെ ചെയ്യാം. മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. വളരെ ശരിയായിരുന്നു. ഒരിക്കലും ഫോണിലൂടെ ഇൻവിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ബിസിനസ് ഷെയർ ചെയ്യരുത്. കമ്പനിയുടെ കാര്യങ്ങളോ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇൻവിറ്റേഷനിൽ ഷെയർ ചെയ്യാൻ പാടില്ല. അയാളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ടാണ്. എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വിളിക്കുന്നത്, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട്. മേക്ക് ഇറ്റ് ഷോർട്ട്. ഇൻവിറ്റേഷൻസ് പല രീതിയിലുണ്ട്. നമ്മൾ ഒരു സ്റ്റുഡന്റിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലല്ല ഒരു വീട്ടമ്മയെ ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഒരു അധ്യാപകനെ ഇൻവൈറ്റ് ചെയ്യാം. സോ വ്യക്തികളുടെ അനുസരിച്ച്, അവരുടെ പ്രൊഫൈൽ അനുസരിച്ച് ഇൻവിറ്റേഷന്റെ രീതിയും വ്യത്യാസമുണ്ട്. സോ പല റേഞ്ചിലൊക്കെ നമുക്ക് ഇൻവിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സോ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഈ ഇൻവിറ്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. റിയൽ ലേണിംഗ് നടക്കുന്നത് ഫീൽഡിലാണ്. സോ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽ എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ സ്കില്ലാണ്. ഈ മേഖലയ്ക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ സെല് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നമ്മൾ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിക്കാനുള്ള സ്കില്ല് നമ്മൾ പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെയാണ് ഡെമോ ചെയ്യേണ്ടത്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്മളുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടാവണം, ബയോമാഗ്നറ്റിക് ഡെമോ ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവണം. എന്താണ് ബയോമാഗ്നറ്റിക് തെറാപ്പി, ഇത് എങ്ങനെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നു, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഈ പ്രൊഡക്റ്റ് നമ്മുടെ ബോഡിയുമായിട്ട് വരുമ്പോൾ അവർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അവർക്കുണ്ടാവുന്ന എനർജിയിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും ഡെമോയിലൂടെയാണ്. സോ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഡെമോ ചെയ്യാൻ നമ്മൾ ഡെമോയിലൂടെ ഒരാളെ ഈ ബിസിനസ്സിലേക്ക് എളുപ്പത്തിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രൊജക്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ബിസിനസ് പ്ലാൻ നമ്മൾ സംസാരിക്കണം. ഷോയിങ് ദ ഡെമോ, ഷോയിങ് ദ പ്ലാൻ. ഈ മേഖലയിൽ കടന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നതാണ്, 100% നീഡിയായ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ പ്ലാൻ പറയണം. ആ പ്ലാൻ പറയേണ്ടത് എങ്ങനെയാണെന്നും ആ പ്ലാൻ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള പരിശീലനം നമുക്ക് കിട്ടുന്നത് വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകളിലൂടെയാണ്. സോ പ്ലാൻ പ്രസന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ മേഖലയിൽ കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യുന്നതില് ഒന്നാമത്തെ സ്കില്ല് ഇൻവിറ്റേഷൻ ആണെങ്കിൽ രണ്ടാമത്തെ സ്കില്ല് ഫോളോ അപ്പും സെയിൽസ് ക്ലോസിങ്ങും ആണ്. ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ ഒരു കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഷോയിങ് ദി ഡെമോ, ഷോയിങ് ദി പ്ലാൻ. ഈ മേഖലയിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ വിജയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ഇൻകം പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് സ്കില്ലുകൾ അയാൾ സ്വായത്തമാക്കിയതിന് ശേഷമാണ്. നിങ്ങൾ ഈ തുടക്കത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ചേർന്നിട്ടാവും ബിസിനസ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടിങ് അപ്ലൈൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ഡെമോ കാണിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിങ് അപ്ലൈൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ബിസിനസ് പ്രൊജക്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ സപ്പോർട്ടിങ് അപ്ലൈൻ്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഡെമോ ചെയ്യാൻ പഠിച്ചാൽ, നിങ്ങൾ ഈ ബിസിനസിന്റെ പ്രൊജക്ട് മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു അപ്ലൈന്റെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിംഗ് അവർ തീരുമാനിക്കാം, നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴോ നമ്മൾ പറയാൻ പഠിക്കുന്നതാണ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ഈസ് നോട്ട് സെല്ലിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ഈസ് എ സെല്ലിംഗ് ബിസിനസ്, ഇറ്റ്സ് എ സെല്ലിംഗ് ബിസിനസ്. നമ്മൾ ആളുകളുമായി സംസാരിക്കാൻ അറിയണം, ആളുകളുമായി സംസാരിക്കാൻ പഠിക്കണം. ഏത് വ്യക്തിയെ കണ്ടാലും നമ്മൾ ബന്ധം സ്ഥാപിക്കാനും അവരോട് ഈ ബിസിനസ്സും പ്രൊഡക്റ്റും പ്രൊജക്റ്റും ഒക്കെ ഷെയർ ചെയ്യാനും നമ്മൾ എപ്പോഴും തയ്യാറാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇതിൽ വലിയ നേട്ടം ഉണ്ടാകാൻ പറ്റുക. സോ നിങ്ങളുടെ വരുമാനം നിർണ്ണയിക്കുന്നതിന് ഡെമോയും പ്ലാനും ഇമ്പോർട്ടന്റ് ആണ്. ഇൻവിറ്റേഷൻ കൂടാതെ ഷോ ദ ഡെമോ, ഷോ ദ പ്ലാൻ, ഫോളോ ആൻഡ് സെയിൽസ് ക്ലോസിംഗ് ബേസിക് സ്കില്ലുകൾ ഈ മേഖലയിൽ വിജയിക്കുന്നതിന് വേണ്ടി
പ്ലാൻ പ്രസന്റേഷൻസ് നമുക്കറിയാം. ഈ ഒരു വ്യക്തി ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത എന്താണെന്നും ഈ തുറന്നു നൽകുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്നും പൂർണ്ണമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം അവര് നിങ്ങളോടൊപ്പം ഈ ബിസിനസ്സിൽ കൂടെ കൂട്ടാനായിട്ട്. അങ്ങനെ നിങ്ങളെ കൂട്ടാനായിട്ട് അവരുടെ ബിലീഫ് സിസ്റ്റം ഉയർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വീക്ക്ലി മീറ്റിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളുടെയും പ്രസന്റേഷൻസുകൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമുകളിലേക്ക് നിങ്ങളുടെ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രധാനമായും 3.5 മണിക്കാണ് എറണാകുളത്ത് പ്രസന്റേഷൻ വീക്കിലി മീറ്റിംഗ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒരു 3 മണിക്കെങ്കിലും വൈറ്റില ജംഗ്ഷനിലേക്ക് എത്തക്ക രീതിയിൽ വേണം അദ്ദേഹത്തെ വിളിക്കാൻ. ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ കമ്പനിയെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ മുൻപേ നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അയാൾ പൂർണ്ണമായും അദ്ദേഹത്തെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ കേൾപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ കാര്യം. പ്രോസ്പെക്ടിങ് സ്കിൽ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ വീക്കിലി മീറ്റിംഗിലേക്ക് ഒരു വരുമ്പോ ആ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാവും, ഞാൻ ഒറ്റയ്ക്കല്ല ഈ പ്രോഗ്രാമിലുള്ളത്. നിരവധി സമൂഹത്തിലുള്ള പല നാനാ തുറകളിലും എത്തുന്ന നിരവധി വ്യക്തികൾ വളരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണിതെന്നും ഇത് നിരവധി സാധാരണക്കാരായ വ്യക്തികളെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു മേഖലയാണെന്നുമുള്ള ഒരു ബോധ്യം, ഒരു ബിലീഫ് അദ്ദേഹത്തിന് ഉണ്ടാവും. സോ വീക്ക്ലി മീറ്റിംഗ് ആണ് ഷോർട്ട് ദ പ്ലാനില് ഏറ്റവും പായിട്ടുള്ള എന്താ പറയാ ബിലീഫ് സിസ്റ്റം നമുക്ക് ഉയർത്തുന്ന പ്രോഗ്രാമുകൾ. അതിലേക്ക് വിളിക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ വളരെ കംഫർട്ടബിൾ ആയിട്ട് 3.5 മണിക്കുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും നമുക്ക് അവിടെ ലേറ്റ് ആയിട്ട് വന്നാൽ ഇരിക്കാനുള്ള സീറ്റ് പോലും കിട്ടില്ല. അപ്പൊ നമ്മളൊരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ കേൾക്കാൻ നമ്മൾ വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വളരെ കൃത്യമായ രീതിയിൽ ആ നേരത്തെ കൊണ്ടുവന്ന് ആ ഹോളില് ഏറ്റവും പറ്റുമെങ്കിൽ മുമ്പിൽ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ ഇരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തേക്ക് പോയാൽ അവിടെ നടക്കുന്ന പ്രസന്റേഷന്റെ കാതലായ പല കാര്യങ്ങളും അദ്ദേഹത്തിന് മിസ്സാവും. നിർബന്ധമായും അദ്ദേഹത്തിന്റെ ഫോൺ സൈലന്റിൽ ഇരിക്കണം. നിർബന്ധമായും നമ്മുടെ ഫോൺ സൈലന്റിൽ ഇരിക്കണം. എന്നിട്ട് വേണം നമ്മൾ വളരെ താല്പര്യത്തോടുകൂടി ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആദ്യമായിട്ട് കേൾക്കുന്ന അതേ എക്സൈറ്റ്മെന്റിൽ വേണം നമ്മൾ ഒരു വീക്ക്ലി മീറ്റിംഗ് സെന്ററിൽ ഇരിക്കാനായിട്ട്. പറ്റുമെങ്കിൽ ഒരു ചായയോ ഒരു ബിസ്ക്കറ്റോ ഒക്കെ നമുക്ക് ആ വ്യക്തിക്ക് വാങ്ങിച്ചു കൊടുക്കാം. എന്റെ ഒരു ലീഡർ പറയുമായിരുന്നു, അദ്ദേഹത്തിനെ ഒരു പ്രോഗ്രാമില് വീക്കിലി മീറ്റിംഗിലേക്ക് വിളിച്ചപ്പോ അദ്ദേഹം മേടിച്ചു തന്ന മസാല ദോശ എന്റെ വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്നത് കൊണ്ട് മാത്രം അദ്ദേഹം വിളിച്ച ആ മീറ്റിംഗിൽ പോയി എന്നുള്ളത്. ഒരു പക്ഷേ ആ ഒരു മസാല ദോശ ആയിരിക്കാം ആ വ്യക്തി ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗിൽ ഒരു വലിയ അച്ചീവർ ആണ്. ആ അറ്റൻഡ് ചെയ്ത വ്യക്തിയുടെ ജീവിതത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ആ വ്യക്തിയെ കണക്ട് ചെയ്ത വ്യക്തി മേടിച്ചു കൊടുത്ത ഒരു ചായയോ ഒരു ബിസ്ക്കറ്റോ ഒരു ദോശയോ ആണ് ആ വ്യക്തിയെ കംഫർട്ടബിൾ ആയിട്ട് ആ മീറ്റിംഗിലേക്ക് എത്താനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വീക്കിലി മീറ്റിംഗിൽ പോകുന്ന സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് അവരെ വിളിക്കുക, വളരെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ കൊണ്ട് ഇരുത്തുക, കഴിയുന്നത് മുൻപിൽ കൊണ്ട് ഇരുത്തുക, നമ്മുടെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത് പോലെ നമ്മൾ അവിടെ ഇരുന്ന് കേൾക്കുക, പറ്റുമ്പോൾ ചില പോയിന്റ്സുകളൊക്കെ കുറിച്ച് വെക്കുക. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അച്ചീവേഴ്സിനെയും ലീഡേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വീക്ക്ലി മീറ്റിംഗ് സെന്റേഴ്സിൽ നമ്മൾ പോയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് വെരി സിമ്പിൾ ബിസിനസ് ആണ്. ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാനില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെയും ശ്രദ്ധയോടെയും ചെയ്യുമ്പോഴാണ് ഇവിടെ വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടാവുക. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളല്ല. E=mc² വലിയ കടിച്ചപ്പെട്ടാത്ത തിയറിയും റോക്കറ്റ് സയൻസും ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് എഫക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടീമില് വലിയ റിസൾട്ട് ഉണ്ടാവും. അതാണ് വീക്കിലി മീറ്റിംഗ്സ്. വിശോധ പ്ലാനില് രണ്ടാമത്തതാണ് 1-to-1 എന്ന് പറയുന്നത്. വിശോധ പ്ലാനിൽ രണ്ടാമത്തത് ഹൗസ് മീറ്റിംഗ് ആണ്, മൂന്നാമത്തത് 1-to-1 ആണ്. നമ്മളൊരു വ്യക്തിക്ക് നമുക്കറിയാം
ഒരു വീക്കിലി മീറ്റിംഗിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യക്തികളെ നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ 1-to-1 സ്ട്രെച്ചിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു വ്യക്തിയോട് ഒരു മണിക്കൂർ അരമണിക്കൂറോ എടുത്ത് നേരിട്ട് ഒരു വ്യക്തിയോട് മാത്രമേ ഈ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് ഡെമോ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. 1-to-1 സ്ട്രെച്ചിൽ ചില പരിമിതികളുണ്ട്. ഒരു വലിയ ഒരു ഇൻകം നമ്മൾ നിർണ്ണയിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻകം നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ എത്ര വ്യക്തികളെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കട്ട് ഓഫില് നമ്മളും നമ്മുടെ ടീമുള്ള ആളുകൾ കാണുന്നു എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അതിൽ എത്ര വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു, ക്ലോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളില് 1-to-1 സ്ട്രെച്ചിനുള്ള പരിമിതി എന്താണ്? 1-to-1 സ്ട്രെച്ചില് ഒരു സമയത്ത് നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു വ്യക്തിയോട് മാത്രമേ നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഒരു മണിക്കൂറിനുള്ളിൽ 10 പേരിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഹൗസ് മീറ്റിങ്ങോ ഒരു ചെറിയ മീറ്റിങ്ങോ ആണ്. അത്തരത്തിലുള്ള മീറ്റിംഗിൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. സോ ഗ്രൂപ്പ് മീറ്റിങ്ങും ഹൗസ് മീറ്റിങ്ങുകളും നടത്തുന്ന വേദികളില് നമ്പർ ഓഫ് സെയിൽസിന്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ 1-to-1 പ്രസന്റേഷനിൽ നേരിട്ട് ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ സെയിൽസിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഗ്രൂപ്പ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹൗസ് മീറ്റിംഗ് സംസാരിക്കുമ്പോൾ അയാൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാനാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്കൊരു മികച്ച ഓർഗനൈസർ ആവേണ്ടത് ആവശ്യമാണ്. ഒരു വീട്ടിലൊരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ വെൽക്കം ചെയ്യണം. അവിടെ പ്രസന്റേഷൻ ചെയ്യാൻ വരുന്നത് ലീഡറെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് സംസാരിക്കണം. അവർക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കണം. ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയണം. ആദ്യമായിട്ട് നിങ്ങളുടെ ഓർഗനൈസിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം നിങ്ങളുടെ ഹൗസ് മീറ്റിങ്ങുകളാണ്. സോ വലിയ റിസൾട്ടുകളാണ് ഹൗസ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ പ്ലാൻ പ്രസന്റേഷൻ 1-to-1 ഉണ്ട്, ഹൗസ് മീറ്റിംഗ് ഉണ്ട്, അതുപോലെ നമ്മുടെ വീക്കിലി മീറ്റിംഗ്സ് ഉണ്ട്. ഈ 3 രീതിയിലാണ് ആളുകൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക. ഈ പ്രോഗ്രാമുകളിലൂടെയാണ് ഒരു കാതലായി നെറ്റ്വർക്ക് ബിൽഡിംഗ് നടക്കുന്നത്. ഒരു 1-to-1 സ്ട്രെച്ചിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന കോൺഫിഡൻസ് അല്ല ഒരു ഹൗസ് മീറ്റിംഗിൽ വെച്ച് ആ വ്യക്തി ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നിരവധി വ്യക്തികളെ എന്നോടൊപ്പം ഈ ബിസിനസ് കേൾക്കാനുണ്ട് എന്നുള്ള ബുദ്ധി ഉണ്ടാവും. അതല്ല, ഒരു വീക്കിലി മീറ്റിംഗ് സെന്ററിൽ വരുമ്പോ വീക്കിലി മീറ്റിംഗ് സെന്റർ ഓഫീസ്, അവിടെ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. ക്ലോസിംഗ്, ഇതിന്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്. ഫോളോ അപ്പ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഫോളോ അപ്പ് ആൻഡ് സെയിൽസ് ക്ലോസിംഗ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ. നിങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്താലും ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആ വ്യക്തിയെ ബിസിനസ് ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ക്ലോസിംഗ് ആണ് ഇവിടെ നമ്മൾ പരിശീലിക്കേണ്ട ഏറ്റവും സ്കിൽ. ഒരു സിംഹം അതിന്റെ ഇരയുടെ മുമ്പിൽ ചാടി വീണുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്തുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലോസിംഗിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡ്രസ് കോഡുകൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, നമ്മുടെ ഓപ്പോണന്റ് കസ്റ്റമറുടെ ശരീരഭാഷ നമ്മൾ എങ്ങനെ സംസാരിക്കണം. കഴിഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാമില് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നന്നായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോ നമ്മൾ ഫോളോ അപ്പിന് വേണ്ട സ്കില്ലുകള്, നമ്മൾ എങ്ങനെയാണ് ഫോളോ അപ്പിന് ഇരിക്കേണ്ടത്, ഫോളോ അപ്പിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ടൂൾസ് ആവശ്യമാണ്, എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് സമയപരിമിതി കൊണ്ട് ഡെപ്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. സെയിൽസ് ക്ലോസിങ് നമുക്ക് മറ്റൊരു സമയത്ത് ചെയ്യാം. അപ്പൊ ഈ ബിസിനസ്സിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സെയില് ക്ലോസിംഗ് ആണ്. നിങ്ങൾ ഒരു വ്യക്തിയെ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം കൂടും. പിന്നീട് നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ആവും. നല്ല ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയപ്പോ ആ പ്രിപ്പയർ ചെയ്ത പരീക്ഷ ഹാളിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവും. ഫോളോ അപ്പിന് പോകുമ്പോഴും നമുക്ക് ബേസിക് ആയിട്ട് അവർ ചോദിക്കാൻ പോകുന്ന ഒബ്ജക്ഷൻസ് എന്താണെന്നുള്ളത് മുൻകൂട്ടി നമുക്ക് പഠിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സെയിൽസ് ക്ലോസിംഗിലേക്ക് പോകാൻ പറ്റും. സോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ക്ലോസിംഗ് ആണ്. സോ ഫോളോ അപ്പ് സ്കില്ലാണ്. ഈ ബിസിനസിന്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. വിജയിച്ച ആളുകൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ
നമുക്കും ഇവിടെ സക്സസ് ഗ്യാരണ്ടീഡ് ആണ്. ഈ മേഖലയെ വിജയിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം അറിവും കഴിവും നമ്മുടെ സ്വന്തം ആശയങ്ങളും നമ്മളായിട്ട് കണ്ടെത്തേണ്ട കാര്യമില്ല. വിജയിച്ചവന്റെ സ്ട്രാറ്റജി നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുക. മനുഷ്യന്റെ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ജനിച്ചത് മുതൽ നമ്മൾ പെട്ടിയിലാവുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മനുഷ്യന്റെ കഴിവ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. സോ വിജയിച്ചവനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. വിജയിച്ചവൻ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ, വിജയിച്ചവന്റെ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കിവിടെ ഗ്യാരണ്ടീഡ് ആണ്. ആണ്. സോ സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഡ്യൂപ്ലിക്കേഷൻ. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഒരു കാര്യം ഇന്ന് ചെയ്താൽ പിന്നീട് ഇവിടെ റബ്ബർ ബാൻഡ് ഫോർമുല അപ്ലൈ ചെയ്യുന്ന പറയുക. നെറ്റ്വർക്കിൽ എപ്പോഴും റബ്ബർ ബാൻഡ് ഫോർമുല. എന്താ റബ്ബർ ബാൻഡ് ഫോർമുല? റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ എലാമന്റഡ് ആയിട്ട് വരും. വിട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ന് ചെയ്തു, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടേക്ക് വീണ്ടും വന്നു, അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നേത്തെ അവസ്ഥയിലാണ് തുടങ്ങുക. ആ റബ്ബർ ബാൻഡ് ഫോർമുല ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോകണം. പഴയ അവസ്ഥയിലേക്ക് ഒരിക്കലും വിടാൻ നമ്മൾ ഒരിക്കലും വേണ്ട. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും സ്ഥിരമായി ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആവുകയും ഓട്ടോമാറ്റിക് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്കർ എങ്ങനെ പ്രവർത്തിക്കണം അതനുസരിച്ച് നിങ്ങൾ പ്രോഗ്രാമഡ് ആവുകയും ഇന്ന് നിങ്ങളുടെ വാഹനം ഓടിക്കുന്നത് പോലെ നിങ്ങൾ പോലും അറിയാണ്ട് ഓട്ടോ പൈലറ്റിൽ നിങ്ങൾ പോകുമ്പോൾ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. കൺസിസ്റ്റൻസി ആണ് ഈ മേഖലയെ വിജയിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആൻഡ് ലാസ്റ്റ് പാർട്ട് ഈസ് ദി കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ടീമുമായി ബന്ധപ്പെട്ട് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ്. നമ്മുടെ കഴിഞ്ഞ സബ്ജക്ട് കമ്മ്യൂണിക്കേഷൻ തന്നെയായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നെറ്റ്വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാതലായ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അസോസിയേഷനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ അപ്ലൈനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ ടീം മാനേജ്മെന്റിൽ നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ. നെവർ എവർ ക്രോസ് നെഗറ്റിവിറ്റി ഓർ ക്രോസ് ലൈൻ അസോസിയേറ്റ്സ്. നിങ്ങളുടെ അസോസിയേഷനോടായാലും ക്രോസ് ലൈനായിട്ടും ഒരിക്കലും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രതിബന്ധങ്ങൾ ചലഞ്ചസും ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് വിത്ത് യുവർ സക്സസ്ഫുൾ അപ്ലൈൻസ്. അപ്ലൈൻസ് ആർ യുവർ ലൈഫ് ലൈൻ. ഈ 12 കാര്യങ്ങളാണ് പ്രാക്ടിക്കലായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ നിന്നുള്ള വർക്കാവും. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഐ ആം എ ട്രെയിൻഡ് പേഴ്സൺ. ഈ മേഖലയിൽ വിജയിച്ച ആളുകൾ വിജയിച്ച കാര്യങ്ങളിൽ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാനും ഈ മേഖലയിലെ സിസ്റ്റം നോളജ് പ്രോപ്പറായിട്ട് എടുക്കാനും ഇതിൽ വിജയിപ്പിക്കാനും ഇന്നത്തെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ലോസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വിജയിക്കുന്നെങ്കിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനില്ല. ചെറിയ കാര്യങ്ങൾ ആവർത്തിച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഈ ബിസിനസ്സിലെ ഒരു സക്സസ്ഫുൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ലീഡർ ആണ്. നിങ്ങൾ അങ്ങനെ ഒരു സക്സസ്ഫുൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ലീഡർ ആവുക. നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ ആ സക്സസ്ഫുൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ലീഡർ ആക്കി മാറ്റുക. ഈ ബിസിനസിന്റെ കീ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. സിമ്പിൾ. നിങ്ങൾക്കൊരു ടീമിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എളുപ്പമായ മാർഗം നിങ്ങൾ അത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേഖലയിൽ കടന്നു വരാനും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടീമിനെ ബിൽഡ് ചെയ്യാനും ഇതിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ അച്ചീവ് ചെയ്യിപ്പിക്കാനും സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസ നേർന്നു നിൽക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഇ ബയോട്രോണിക്സ്. താങ്ക് യു.